Good morning, students. ഈ സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ഓൺലൈൻ അഡ്വർടൈസിങ് ആൻഡ് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ് എന്നാണ്. ഓൺലൈൻ അഡ്വർടൈസിങ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു. ഇറ്റ് ഈസ് എ ഓൺലൈൻ അഡ്വർടൈസിങ് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് advertising using internet to provide or convey marketing promotional messages to consumers. So we can say that online advertising is a modern method of advertising for the promotion of the product. ഇപ്പോൾ നമ്മുടെ ഈ മോഡേൺ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഓൺലൈൻ അഡ്വർടൈസിങ്. അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യാനും കസ്റ്റമേഴ്സിനെ കൂട്ടാനും എല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഓൺലൈൻ അഡ്വർടൈസിങ് മെത്തേഡ്സ് ആണ്. സോ ഇറ്റ് ഈസ് എ വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് അഡ്വർടൈസിങ് മെത്തേഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഓൺലൈൻ അഡ്വർടൈസിങ് ഇപ്പോൾ ഇത്രത്തോളം ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു ദി നമ്പർ ഓഫ് യൂസേഴ്സ്, ഇൻക്രീസിങ് നമ്പർ ഓഫ് യൂസേഴ്സ്, ഡ്യൂ ടു ദി ഇൻക്രീസിങ് നമ്പർ ഓഫ് യൂസേഴ്സ് ആണ് ഓൺലൈൻ അഡ്വർടൈസിങ് ഇത്ര പോപ്പുലർ ആവാനുള്ള മെയിൻ റീസൺ. അപ്പോൾ അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ നോക്കുന്നത്. വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ വരുന്നത് ബാനർ അഡ്വർടൈസിങ്, ഫ്ലോട്ടിംഗ് അഡ്വർടൈസിങ്, ഇന്റർറീഷ്യൽസ്, യൂണികാസ്റ്റ് അഡ്വർടൈസ്മെന്റ്, പോപ്പപ്പ് അഡ്വർടൈസ്മെന്റ്, കോണ്ടക്സ്റ്റുവൽ അഡ്വർടൈസ്മെന്റ്, എഡിറ്റോറിയൽസ്, ഇ-സൈൻസ്, ന്യൂസ് ലെറ്റേഴ്സ്, ഓപ്ഷൻസ്, സ്പാം ഇമെയിൽ, ടാർഗറ്റ് ഇമെയിൽ ആൻഡ് ഓപ്റ്റിൻ മെയിൽ. ഇത്രയാണ് ടൈപ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത്. അപ്പം ഈ 13 സെഷനും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം, വാട്ട് ഈസ് ബാനർ അഡ്വർടൈസിങ് എന്നുള്ളത് നോക്കാം. ബാനർ അഡ്വർടൈസ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ഓർമ്മ വരുന്നത് വെച്ചാൽ, ബാനർ മീൻസ് നമ്മൾ ട്രഡീഷണൽ വേയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ പോസ്റ്റർ അല്ലെങ്കിൽ നോട്ടീസ്, ഇതൊക്കെ അല്ലേ ബാനർ, ഫ്ലെക്സ് ഒക്കെ അടിക്കുന്ന അഡ്വർടൈസ്മെന്റ്സ്, അതൊക്കെ ബാനറിൽ പെടും. അപ്പം ഇവിടെ ഇതിൽ ഓൺലൈനിലേക്ക് വരുമ്പോൾ ഇവിടെ വരുന്നത് എന്താ, ഇറ്റ് ട്രഡീഷണലി അപ്പിയർ ആസ് എ റെക്ടാങ്കുലർ ഗ്രാഫിക് നിയർ ദി ടോപ്പ് ഓഫ് ദി പേജ്. അതായത് ട്രഡീഷണലി നമ്മൾ റെക്ടാങ്കുലർ ഗ്രാഫിക്സ് ഉള്ള ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളത് തന്നെയാണ് ഇവിടെയും ബാനർ അഡ്വർടൈസ്മെന്റ്. മെയിൻലി ഇത് വരുന്നത് ടോപ്പ് ഓഫ് ദി പേജസിലായിരിക്കും. ഒരു പേജിൻ്റെ, ഒരു വെബ് പേജിൻ്റെ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സൈറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെന്റ് കാണാൻ പറ്റും അല്ലേ. ഒരു റെക്ടാങ്കുലർ, ഒരു ദീർഘചതുരത്തിലുള്ള ഒരു ഷേപ്പിൽ ഒരു അഡ്വർടൈസ്മെന്റ്സ് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ പല സൈറ്റിലും കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനൊരു ക്ലോസ് ബട്ടൺ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്ത് കളയും ചെയ്യാം. പക്ഷെ അതൊരു പ്രൊമോഷണൽ മെത്തേഡാണ്. അവരുടെ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാനുള്ളൊരു മാർഗ്ഗമാണ് അവർ നോക്കുന്നത്. സോ ട്രഡീഷണലി അപ്പിയർ ആസ് എ റെക്ടാങ്കുലർ ഗ്രാഫിക് നിയർ ദി ടോപ്പ് ഓഫ് ദി പേജ്. ഏറ്റവും മുകളിലാണ് ഇത് അധികം കാണപ്പെടാറുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും അടിയിൽ ചിലപ്പോൾ കാണാറുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ദി മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് അഡ്വർടൈസ്മെന്റ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആണ് ബാനർ അഡ്വർടൈസ്മെന്റ്. ദേ അപ്പിയർ ഇൻ മെനി ഫോംസ് സച്ച് ആസ് സ്റ്റൈൽസ്, ഫയൽ സൈസ് ആൻഡ് ഡയമെൻഷൻസ്. അതിൻ്റെ ഷേപ്പിൽ പല ടൈപ്പിലും പല ഷേപ്പിലും ഡയമെൻഷനിലും എല്ലാം ഇത് കാണപ്പെടാറുണ്ട്. എപ്പോഴും ദീർഘചതുരം മാത്രം ആവണമെന്നില്ല, ചിലപ്പോൾ സൈഡിലായിരിക്കും, ചിലപ്പോൾ താഴെയായിരിക്കും, കോർണറിലായിരിക്കും. അപ്പോൾ ഇത് JPG ഫോർമാറ്റിൽ അല്ലെങ്കിൽ GIF ഫോർമാറ്റ്, ആനിമേറ്റഡ് രൂപത്തിലൊക്കെ ഈ ബാനർ അഡ്വർടൈസ്മെന്റ്സ് വരാറുണ്ട്. അത് ബാനർ അഡ്വർടൈസ്മെന്റിൽ പല ടൈപ്സ്, അതിൻ്റെ അണ്ടറിൽ കുറച്ച് ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാനർ അഡ്വർടൈസ്മെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ബാനർ അഡ്വർടൈസ്മെന്റ്സ് ആണ് അല്ലേ, റെക്ടാങ്കുലർ ആയിട്ട് കാണപ്പെടുന്നത്. ഇതൊക്കെ ബാനർ അഡ്വർടൈസ്മെന്റ്സിൻ്റെ ഓരോ മെത്തേഡ്സ്, ഓരോരോ ഇതാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ ബാനർ അഡ്വർടൈസ്മെന്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾ സൈറ്റിൽ വരുമ്പം കാണാറുണ്ട്. അപ്പോൾ ഇത് ഒരു ബാനർ അഡ്വർടൈസ്മെന്റിൻ്റെ ഒരു മോഡലാണ് ബാനർ അഡ്വർടൈസ്മെന്റ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ടൈപ്പുകൾ എന്ന് നോക്കാം. ദി ഇമ്പോർട്ടൻറ്റ് പേയ്മെൻറ്റ് മോഡൽ ഫോർ ഇൻ്റർനെറ്റ് അഡ്വർടൈസ്മെൻറ്റ് ആർ. ഈ ബാനർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം പല ടൈപ്പ് പേയ്മെൻറ്റ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് അവർക്ക് അവിടെ നടക്കുന്നുണ്ട്. അതെ, ഒരു കസ്റ്റമർ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പം
അവർക്ക് അതിൽ ഓരോരോ ലീഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പേയ്മെൻറ്റ് മോഡൽ ഓഫ് ഇൻ്റർനെറ്റ് അഡ്വർടൈസ്മെൻറ്റ്. ഇങ്ങനത്തെ ബാനർ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, ആ സൈറ്റിന് അതിലൂടെ കിട്ടുന്ന വരുമാനം എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ്. അല്ലാതെ വെറുതെ ഒരു സൈറ്റിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ആ അഡ്വർടൈസ്മെൻറ്റിന് വരുമാനം കിട്ടുന്നുണ്ടാവും. അല്ലാതെ അവർ വെറുതെ അവർക്ക് അവരുടെ സൈറ്റിൽ അവരങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിലൂടെ അവർക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് മോഡൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ 4 മോഡൽ പറയുന്നുണ്ട്. കോസ്റ്റ് പെർ ക്ലിക്ക്, കോസ്റ്റ് പെർ ഇംപ്രഷൻ ഓർ കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻ, കോസ്റ്റ് പെർ ആക്ഷൻ, കോസ്റ്റ് പെർ ലീഡ്, ഇത്രയും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കോസ്റ്റ് പെർ ക്ലിക്ക് എന്താണെന്ന് നോക്കാം. കോസ്റ്റ് പെർ ക്ലിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് PPC എന്ന് പറഞ്ഞിട്ടില്ലേ, പേപ്പർ ക്ലിക്ക്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ടൈപ്പുകളിൽ പറഞ്ഞിട്ടുണ്ട് പേപ്പർ ക്ലിക്ക് അല്ലേ. സോ പേപ്പർ ക്ലിക്ക് ഓർ കോസ്റ്റ് പെർ ക്ലിക്ക് ഈസ് എ ഫോം ഓഫ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് wherein the advertisers pay the search engine or publisher of a ad whenever their ads are clicked. അതായത് എപ്പോഴാണ് ഒരു കസ്റ്റമർ അവരുടെ ആഡ് ക്ലിക്ക് ചെയ്യുന്നത്, ആ ഓരോരോ ക്ലിക്കിനും അവർക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. അതാണ് പേപ്പർ ക്ലിക്ക് ഓർ കോസ്റ്റ് പെർ ക്ലിക്ക്, രണ്ടും പറയും കേട്ടോ. പേപ്പർ ക്ലിക്ക് ഓർ കോസ്റ്റ് പെർ ക്ലിക്ക് എന്നും പറയും. അപ്പം അതാണ് കോസ്റ്റ് പെർ ക്ലിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ കസ്റ്റമേഴ്സ് അവർക്ക് ആ സൈറ്റ് കയറുമ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് അത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഓരോരോ ക്ലിക്കിനും അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നർത്ഥം. മനസ്സിലായി? അതിൻ്റെ ഓണേഴ്സിന്, ആ വെബ്സൈറ്റിൻ്റെ ഓണേഴ്സിന് കിട്ടുന്ന അർത്ഥം. അതാണ് കോസ്റ്റ് പെർ ക്ലിക്ക് എന്ന് പറയുന്നത്. Normally, search engines like Google, Yahoo and Bing either charge the advertisers at a flat rate or CPC or അപ്പം ഇതിൻ്റെ സെർച്ച് എൻജിൻസ് ആയ ഗൂഗിൾ, യാഹു, ബിങ് ഒക്കെ ഇല്ലേ, അവരൊക്കെ നോർമലി കോസ്റ്റ് പെർ ക്ലിക്ക് മെത്തേഡ്സ് ആണ്, പേയ്മെൻറ്റ് മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യാറുള്ളത് കൂടുതലായിട്ടും. ബിഡ് ബേസ്ഡും ചെയ്യാറുണ്ട്. ബിഡ് മീൻസ് എന്താ വെച്ചാൽ ഇതിൽ വരുന്നുണ്ട് ബിഡ് ബേസ്ഡ്. ബിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേലം എന്നൊക്കെ ഉള്ള അർത്ഥമാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ് പെർ ഇംപ്രഷൻ ഓർ കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻ. കോസ്റ്റ് പെർ ഇംപ്രഷൻ മീൻസ് that advertisers pay each time the advertisement appear on publisher's page. It is a most common referring to this model is cost per mile or cost per 1000 impression. അപ്പോൾ ഇവിടെ വരുന്നത് മെയിൻലി ഒരു 1000 ഇംപ്രഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ 1000 ഇംപ്രഷന് ഇത്ര രൂപ എന്നൊക്കെ ഉള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡ് വെച്ചിട്ടുണ്ടായിരിക്കാം. അതാണ് കോസ്റ്റ് പെർ ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ കോസ്റ്റ് പെർ ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഇറ്റ് മീൻസ് ദാറ്റ് അഡ്വർടൈസേഴ്സ് പേ ഈച്ച് ടൈം ദി അഡ്വർടൈസ്മെന്റ് അപ്പിയർ ഓൺ പബ്ലിഷേഴ്സ് പേജ്. ഓരോരോ പ്രാവശ്യം അഡ്വർടൈസേഴ്സിൻ്റെ ആ വെബ്സൈറ്റ് ഓണേഴ്സിൻ്റെ പേജസിൽ ഇവരുടെ അഡ്വർടൈസ്മെന്റ് വരുമ്പോഴും അതിന് കിട്ടുന്ന ഇംപ്രഷനെല്ലാം ഇവർ ആ വെബ്സൈറ്റ് ഓണേഴ്സിന് പൈസ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നൊരു കമ്മീഷൻ ആയിട്ട് ഇവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിൽ നിന്ന് കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻ എന്ന് വെച്ചിട്ട് ഒരു 1000 ഇംപ്രഷൻ ഒരു വെബ്സൈറ്റ് വഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ടാവും. അതാണ് കോസ്റ്റ് പെർ ഇംപ്രഷൻ. അതായത് ഓരോരോ സമയം ആ പേജസിൽ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോഴും അതിന് പേയ്മെൻറ്റ് കൊടുക്കുന്ന മെത്തേഡാണ് കോസ്റ്റ് പെർ ഇംപ്രഷൻ. നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ് പെർ ആക്ഷൻ, CPA. കോസ്റ്റ് പെർ ആക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഒരു മോഡൽ ഓഫ് ഇൻ്റർനെറ്റ് പേയ്മെൻ്റ് ആണ്. അതായത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡാണ് കോസ്റ്റ് പെർ ആക്ഷൻ. ഇവിടെ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, സംതിങ് ആക്ഷൻ നടന്നാൽ മാത്രമാണ് അവിടെ കോസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് അനദർ ഫോം ഓഫ് പ്രൈസിങ്, കോസ്റ്റ് പെർ ആക്ഷൻ, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് കോസ്റ്റ് പെർ കൺവേർഷൻ. കോസ്റ്റ് പെർ കൺവേർഷൻ എന്നും ഇതിനെ പറയപ്പെടുന്നുണ്ട്. ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് cost entitled to advertisers based on users performing a certain predefined action. അതായത് ഇവിടെ കോസ്റ്റ് ഉണ്ടാവുന്നത് യൂസർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക, അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ലിങ്ക് വഴി അല്ലെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റ് വഴി ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു യൂസർ പോയിട്ട് എന്തെങ്കിലും അവർക്ക്
മോണിറ്ററൈസേഷനിലുള്ള രീതിയിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അവിടെ ലീഡ്സ് കിട്ടുന്നത്. അവർ വഴി ആ വെബ്സൈറ്റ് വഴി ഒരു കസ്റ്റമർ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് അവർ ക്യാഷ് അവർക്ക് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് കോസ്റ്റ് പെർ ആക്ഷൻ. അത് മാത്രമല്ല പിന്നെ അവരുടെ ആ ലിങ്ക് അല്ലെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റ് വഴി അവരുടെ സൈറ്റിൽ പോയിട്ട് ന്യൂസ് ലെറ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ അവരുടെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യുക, ഇങ്ങനത്തെ എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അവർ. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുക. അത് പല അഡ്വർടൈസേഴ്സും പല മെത്തേഡ്സ് ആയിരിക്കും. അപ്പോൾ ഇതെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കസ്റ്റമറെ കിട്ടിയിട്ടുണ്ട്, ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ആക്ഷൻ അവർ എടുക്കുന്നതാണ്. അതായത് കോസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവർക്ക് അതിലൂടെ ഒരു റവന്യൂ കൊടുക്കുന്നു ആ വെബ്സൈറ്റിൻ്റെ ഓണേഴ്സിന്. അതാണ് കോസ്റ്റ് പെർ ആക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ് പെർ ലീഡ്, CPL. കോസ്റ്റ് പെർ ലീഡും കോസ്റ്റ് പെർ ആക്ഷനും ഏകദേശം ഒരുപോലെയാണ്. കോസ്റ്റ് പെർ ആക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി വരുന്നത് അവിടെ ട്രാൻസാക്ഷൻ എന്തെങ്കിലും നടക്കുക എന്നുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിലൂടെ അവരുടെ സൈറ്റിൽ കയറി എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുക, ഒരു ട്രാൻസാക്ഷൻ ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് കോസ്റ്റ് പെർ ആക്ഷൻ മെയിൻലി വരുന്നത്. പക്ഷേ കോസ്റ്റ് പെർ ലീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയാൽ മതി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വെബ്സൈറ്റ് കയറിയിട്ട് നമ്മുടെ അക്കൗണ്ട് ഉണ്ടാക്കി സൈനപ്പ് ചെയ്തുമ്പോൾ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം അവർക്ക് കമ്പനിക്ക് കിട്ടി. അതൊരു ലീഡാണ് അല്ലേ, ഒരു ലീഡ് കിട്ടിയെന്നാണ് അതിനർത്ഥം. അതാണ് അങ്ങനെ കിട്ടുന്നതിന് ഇൻഫർമേഷൻ കിട്ടുന്നതിനാണ് കോസ്റ്റ് പെർ, അതിന് കൊടുക്കുന്ന കോസ്റ്റാണ് കോസ്റ്റ് പെർ ലീഡ്. അപ്പോൾ ഓരോരോ കസ്റ്റമേഴ്സിൻ്റെ ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്ന അതാണ് ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം CPIയും CPLും ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റേ കോസ്റ്റ് പെർ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തെങ്കിലും ഒരു ആക്ഷൻ നടന്നിരിക്കണം, ട്രാൻസാക്ഷനോ കൊമേഴ്ഷ്യൽ ആക്ഷൻ നടന്നിരിക്കണം. കോസ്റ്റ് പെർ ലീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ലീഡ്സ് അല്ലെങ്കിൽ കസ്റ്റമർ ലീഡ്സ് എന്തെങ്കിലും കിട്ടിയാൽ മതി. അവരുടെ വെബ്സൈറ്റ് വഴി എന്തെങ്കിലും ലീഡ് ഒരു കസ്റ്റമറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ക്യാഷാണ് കോസ്റ്റ് പെർ ലീഡ്. അപ്പോൾ ഇതെല്ലാം ബാനർ അഡ്വർടൈസ്മെന്റ് പല ടൈപ്സ് ഓഫ് പേയ്മെന്റ് മോഡൽസ് ആണ്. രണ്ടാമത് വരുന്നത് നമുക്ക് ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെന്റ്. ഫ്ലോട്ടിംഗ് മീൻസ് നമുക്കറിയാം, ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന എന്നുള്ള അർത്ഥമാണ്. എ ഫ്ലോട്ടിംഗ് ആഡ് ഈസ് എ ടൈപ്പ് ഓഫ് റിച്ച് മീഡിയ വെബ് അഡ്വർടൈസ്മെന്റ് ദാറ്റ് അപ്പിയർ അൺഇനീഷ്യേറ്റഡ്, സൂപ്പർ ഇമ്പോസ്ഡ് ഓവർ എ യൂസർ റിക്വസ്റ്റഡ് പേജ് ആൻഡ് ഡിസപ്പിയർ ഓർ ബിക്കം ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം അല്ലേ, ടൈപ്പിക്കലി 5 to 30 seconds. ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചിലപ്പോൾ നമ്മളെ വെബ് പേജസ് നമ്മൾ നീക്കുന്നതനുസരിച്ച് അത് നമ്മുടെ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കും. അത് ചലിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്തൊക്കെ വെബ് പേജസ് കാണിക്കുന്നു അതിൻ്റെ അടുത്തൊക്കെ അത് വന്നുകൊണ്ടിരിക്കും. അതായത് നമ്മളെ ഒരു സ്ഥലത്ത് പറയുന്നത് നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യും ചിലപ്പോൾ ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെന്റ്സ്. ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെന്റ് ജനറലി ഹാവ് എ എക്സിറ്റ് ഓർ ക്ലോസിംഗ് ബട്ടൺ. ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെന്റിന് യൂഷ്വലി ഒരു ക്ലോസിംഗ് ബട്ടൺ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോയിക്കോളും. പക്ഷേ നമ്മുടെ വെബ് പേജിൻ്റെ മുന്നിൽ തന്നെ ഇതിങ്ങനെ വന്ന് കിടക്കും. While they are on the screen, it is difficult to view the matter of the page we are trying to read. അത് നമ്മുടെ വെബ് പേജസിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് വായിക്കാനോ അല്ലെങ്കിൽ കാണാനോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് മറച്ചുകൊണ്ടായിരിക്കും ഈ അഡ്വർടൈസ്മെന്റ്. മെയിൻലി അഡ്വർടൈസ്മെന്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതൊരു കസ്റ്റമർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ചിലപ്പോൾ അത് അയാൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ അഡ്വർടൈസ്മെന്റ് വെബ്സൈറ്റിൽ പോയിട്ട് എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റമർ ലീഡ് ഉണ്ടാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ കമ്പനിക്ക് അത്രയും യൂസ്ഫുൾ ആവും എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടാണ് അവർ ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെന്റ് വയ്ക്കുന്നത്. എന്തായാലും കസ്റ്റമർ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെന്റ് ഉള്ളത് ഓൺലൈൻ. അതൊരു ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് മെത്തേഡാണ്. ദീസ് ആഡ് അപ്പിയർ ഈച്ച് ടൈം ദാറ്റ് പേജ് ഈസ് റിഫ്രഷ്ഡ്. ഓരോരോ സമയം നമ്മൾ ആ പേജ് റിഫ്രഷ് ചെയ്യുമ്പോഴും ഈ ആഡ് അപ്പിയർ ആയിക്കൊണ്ടിരിക്കും. യൂഷ്വലി ഇതൊരു 5 മുതൽ 30 സെക്കൻഡ് വരെയൊക്കെയാണ് കാണപ്പെടാറ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. അപ്പോൾ ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെന്റ്സിൽ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും ഒരു ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെന്റ് ഉണ്ടാകുന്നത്. ഇങ്ങനെ നമ്മുടെ വെബ്സൈറ്റിന് മുന്നിൽ തന്നെ വന്ന് കിടക്കും. പക്ഷെ ഇതിനൊരു ക്ലോസിംഗ് ബട്ടൺ ഉണ്ടായിരിക്കും കേട്ടോ ഇവിടെ ആയിട്ട്. ഒരു എക്സാമ്പിൾ മാത്രമേ ഇത് കാണിച്ചു തന്നത്. നമ്മുടെ ഒരു വെബ് പേജിൻ്റെ മുന്നിൽ തന്നെ വന്നിട്ട് ഇങ്ങനെ ആഡ്സിൻ്റെ ഒരു ബാനർ പോലെ വന്ന് കിടക്കും. അത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ തന്നെ അതങ്ങോട്ട് വരും ചെയ്യും. അതാണ് ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ.
അപ്പം ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെൻറ്റ് ഈസ് എ പോപ്പുലർ ഫോർ സെവറൽ റീസൺ. എന്തുകൊണ്ടാണ് ഈ ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെൻറ്റ് പോപ്പുലർ ആവുന്നതിൻ്റെ കുറച്ച് റീസൺസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ദേ ടേക്ക് ദി വ്യൂവേഴ്സ് അറ്റൻഷൻ ആൻഡ് കനോട്ട് ബി ഇഗ്നോർഡ്. നേരത്തെ പറഞ്ഞ പോലെ അത് യൂസേഴ്സിൻ്റെ അല്ലെങ്കിൽ വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ എന്തായാലും പിടിച്ചു പറ്റും. നമുക്കത് ഒഴിവാക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഗ്നോർ ചെയ്യാതെ നമുക്ക് ആ പേജിൻ്റെ കണ്ടന്റ് വ്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് എല്ലാ കസ്റ്റമേഴ്സ് ആ വെബ് പേജ് കിടക്കുന്ന എല്ലാവരും അഡ്വർടൈസ്മെൻറ്റ് കണ്ടിരിക്കും. അതാണ് ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് അത് പോപ്പുലർ ആവാനും കാരണം. അപ്പം അത്രയും കസ്റ്റമർ അല്ലെങ്കിൽ വ്യൂവേഴ്സ് ആ ആഡ് കണ്ടിരിക്കും. അപ്പോൾ അതിലൊരു 10 പേരെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത്രയും ലീഡായി എന്നർത്ഥം. പിന്നെ ദേ ആർ ആനിമേറ്റഡ്. മോസ്റ്റ്ലി ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെന്റ് ആനിമേറ്റഡ് ആയിരിക്കും. അതായത് വ്യൂവേഴ്സിന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അത് ആനിമേറ്റഡ് രൂപത്തിലായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക. ദേ ഹാവ് ആൻ ഓഡിയോ ഓർ വീഡിയോ കണ്ടന്റ്. ഒന്നെങ്കിൽ ഓഡിയോ ഉണ്ടായിരിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ആനിമേറ്റഡ് രൂപത്തിലുള്ളതായിരിക്കും എന്ന് പറയുന്നത് ആ കണ്ടന്റ്. ദേ ക്യാൻ ടേക്ക് അപ് ടു ദി എൻറ്റയർ സ്ക്രീൻ. അതായത് നമ്മൾ എൻറ്റയർ സ്ക്രീൻ വരെ ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെന്റ് ചിലപ്പോൾ ഉപയോഗിച്ചെന്ന് വരും. ചിലപ്പോൾ ചെറിയ പാർട്ടായിരിക്കും, ചിലപ്പം എൻറ്റയർ സ്ക്രീനും അവർ ഉപയോഗിക്കും അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട്. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് പോവുകയും ചെയ്യും. ചിലപ്പം ഒരു മാൻഡറ്ററി ആയിട്ട് ഒരു 5 സെക്കൻഡ് കാണേണ്ടി വരും. ദ ഹാവ് ഹൈ ക്ലിക്ക് ത്രൂ റേറ്റ്. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹൈ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് വെച്ചാൽ പേപ്പർ ക്ലിക്ക് ഒക്കെ പോലത്തെ പേയ്മെൻറ്റ് മെത്തേഡ്സ് വളരെ ഹൈ ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണിത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത സെഷനിലേക്ക് വരാം. അടുത്തതാണ് ഇൻഡസ്ട്രീഷ്യൽസ് അഡ്വർടൈസ്മെൻറ്റ് മെത്തേഡാണ് ഇത് വരുന്നത്. ഇത് ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ദാറ്റ് ലോഡ്സ് ബിറ്റ്വീൻ 2 കണ്ടന്റ് പേജസ്. അതായത് നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്, നമ്മളൊരു കണ്ടന്റ് വായിക്കുമ്പം ചിലപ്പോൾ ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫിൻ്റെ അടുത്ത് വരുമ്പോൾ അതിന് നടുവിൽ പോയിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് കിടക്കുന്നത് കാണാൻ പറ്റും. അങ്ങനത്തെ അഡ്വർടൈസ്മെൻറ്റിനെയാണ് ഇൻഡസ്ട്രീഷ്യൽസ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രീഷ്യൽസ് ഇറ്റ് ഈസ് ആൻ അനദർ എമേർജിംഗ് ഫോർമാറ്റ് is a full page ad that interpret sequential content, forcing exposure to advertisement before visitors can continue their content path. അതായത് ഇത് ചിലപ്പോൾ ഫുൾ പേജ് ആയിട്ടും വരാൻ സാധ്യതയുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. മെയിൻലി നമ്മളെ കണ്ടന്റിൻ്റെ നടുവിലൊക്കെ ആയിട്ടാണ് ഇത് ഉണ്ടാവാറ്. Then interstitials can be quite profitably trained to appear during file download. ഇത് വേറെ രീതിയും കാണപ്പെടുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ എല്ലാം ഡൗൺലോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുമ്പോഴോ ഒക്കെ ആയിട്ട് നമ്മുടെ പേജ് മൊത്തമായിട്ട് ഇങ്ങനെ വന്ന് കിടക്കും, ഒരു കണ്ടന്റ് മറച്ചുകൊണ്ട് വന്ന് കിടക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഈ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ സിമിലർ ഫോമാണ്, പക്ഷേ പല രൂപത്തിൽ വരുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അല്ലേ ഇങ്ങനെയൊക്കെ വരാറില്ല അഡ്വർടൈസ്മെൻറ്റ്. ഏതെങ്കിലും ഇപ്പോൾ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യണത് അത് റിലേറ്റഡ് ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് ഗെയിംസിൻ്റെത് വന്നിങ്ങനെ കിടക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ആനിമേറ്റഡ് രൂപത്തിൽ പ്ലേ ചെയ്തിട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾ പല പ്ലേ സ്റ്റോറിലെല്ലാം അല്ലെങ്കിൽ മറ്റുള്ളതിലൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ അഡ്വർടൈസ്മെൻറ്റ്സ് ഇങ്ങനെ വന്ന് കിടക്കും. ഇത് അവിടെ ഒരു ക്ലോസ് ബട്ടൺ ഉണ്ട്. ഈ ക്ലോസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് പോവുകയും ചെയ്യും, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ഇങ്ങനെ വന്നിട്ട് കാണാറുണ്ട് പല ടൈപ്പ്. ഇതിനെയാണ് ഇൻഡസ്ട്രീഷ്യൽസ് എന്ന് പറയുന്നത്. ഇത് കണ്ടൻ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കണ്ടന്റിൻ്റെ നടുവിലായിട്ടും വരും, പല രീതിയിൽ വരും കേട്ടോ. ഇത് ചിലപ്പോൾ ഇതൊക്കെ ഫുൾ പേജ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പോകുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഈ അവർ കൊടുത്തിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് ഈ ഗെയിം, ഇപ്പോൾ നമ്മൾ ഗെയിം ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള അധികം വരിക. അപ്പോൾ നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതും ഇൻസ്റ്റാൾ ചെയ്യാം. അതിലൂടെ അവർക്ക് ഒരു കസ്റ്റമറെ കിട്ടും. അങ്ങനെയാണ് ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ മെത്തേഡ്. അടുത്ത് വരുന്നതാണ് യൂണികാസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ്. യൂണികാസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് ഈസ് ദി ന്യൂ ഫോം ഓഫ് TV ads in the internet environment. Unicast have advantages of sound, picture, color and movement and are mostly animated. എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു രൂപം. അതായത് സൗണ്ട് ഉണ്ടായിരിക്കും, കളർ ഉണ്ടായിരിക്കും, പിക്ചർ, മൂവ്മെൻറ്റ്, ഇതെല്ലാം കൂടി ഉള്ളതാണ് യൂണികാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ക്യാൻ എൻറിച്ച്ഡ് ഓഡിയോ ഓർ വീഡിയോ കണ്ടന്റ്. ദി ആഡ് ക്യാൻ ലാസ്റ്റ് എവരിവെയർ ഫ്രം 10 to 30 സെക്കൻഡ്സ്. 10 മുതൽ 30 സെക്കൻഡ് വരെ ദൈർഘ്യം ഉള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും ഇത്. എല്ലാതും കൂടി ചേർന്നായിരിക്കും. സൗണ്ട് ആയാലും പിക്ചർ ആയാലും കളർ ആയാലും മൂവ്മെൻ്റ് ആയാലും ആനിമേഷൻ ഒക്കെ കൂടി ചേർന്ന ഒരു രൂപത്തിലുള്ള അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും ഇത്. ദീസ് ആഡ്സ് ആർ എഫക്റ്റീവ് ആൻഡ് ആസ് ആവറേജ് ക്ലിക്ക് ത്രൂ റേറ്റ് ഇസ്
വെരി ഹൈ. അതായത് ഇതിൻ്റെ പേപ്പർ ക്ലിക്കോ അല്ലെങ്കിൽ പേപ്പർ ലീഡോ അങ്ങനത്തെ എന്ത് പേയ്മെൻറ്റ് മെത്തേഡ് ആണെങ്കിലും ഇതിൽ വളരെ ഹൈ ആയിരിക്കും ഈ ടൈപ്പ് അഡ്വർടൈസ്മെൻറ്റിന്. എക്സാമ്പിൾ ഇതാ, ഒരു വീഡിയോ രൂപത്തിലായിരിക്കും ഇങ്ങനെ ചിലപ്പോൾ വരും. ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പം ഒരു വീഡിയോ രൂപത്തിലായിട്ട് അഡ്വർടൈസ്മെൻറ്റ് വരും, അല്ലെങ്കിൽ ആനിമേറ്റഡ് രൂപത്തിൽ, അധികം വീഡിയോ ഓഡിയോ ഒക്കെ കൂടി മിക്സ് ചെയ്തൊരു രൂപത്തിലായിരിക്കും വരിക. ചിലപ്പോൾ ഇവിടെ ഒരു ബെൻസിൻ്റെ ഒരു ആഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബെൻസിൻ്റെ ഒരു ചെറിയൊരു ആഡ് രൂപത്തിൽ നമ്മുടെ പേജിൻ്റെ നടുവിലായിട്ട് വന്നിട്ട് അതിങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കും. അതാണ് യൂണികാസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത വരുന്നതാണ് പോപ്പപ്പ് അഡ്വർടൈസ്മെൻറ്റ്സ്. പോപ്പപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിൻലി വരുന്നത് നമ്മുടെ വെബ് ബ്രൗസേഴ്സിലാണ്. വെബ് ബ്രൗസർ, ഇറ്റ് ഈസ് ആൻ ആഡ് ദാറ്റ് ഡിസ്പ്ലേസ് ഇൻ എ ന്യൂ ബ്രൗസർ വിൻഡോ. പുതിയൊരു ബ്രൗസർ വിൻഡോസൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം അതിൽ വരുന്ന ആഡ്സ് ഒക്കെയാണ് പോപ്പപ്പ് ആഡ്സ്. പോപ്പപ്പ് മീൻസ് എന്താണ്, നമ്മുടെ മുന്നിലേക്ക് അത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു അല്ലേ, പോപ്പപ്പ് രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. പോപ്പപ്പ് വിൻഡോസ് കം ഇൻ മെനി ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് സൈസ്, ടൈപ്പിക്കലി ഇൻ എ സ്കെയിൽ ഡൗൺ ബ്രൗസർ വിൻഡോ വിത്ത് ഓൺലി ക്ലോസ്, മിനിമൈസ് ആൻഡ് മാക്സിമൈസ് കമൻറ്റ്സ്. പോപ്പപ്പ് നമുക്ക് നമ്മുടെ മൊബൈലിലും ഒക്കെ ഒരു നോട്ടിഫിക്കേഷനെല്ലാം പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഓഫ് ചെയ്ത് വെക്കാൻ, പോപ്പപ്പ് ഓഫ് ചെയ്ത് വെക്കാൻ. പിന്നെ വെബ് ബ്രൗസേഴ്സിൽ കാണാൻ പറ്റും പോപ്പപ്പ് വിൻഡോ വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാം. അതിൽ മെയിൻലി ഒരു പോപ്പപ്പ് രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് അതിൽ മിനിമൈസും മാക്സിമൈസും ക്ലോസ് ബട്ടണും ഉണ്ടായിരിക്കും. പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതാണ് പോപ്പപ്പ് എന്ന് പറയുന്നത്. വെൻ എ പേഴ്സൺ വിസിറ്റ് എ വെബ്സൈറ്റ് കണ്ടെയ്നിങ് പോപ്പപ്പ് ആഡ്സ്, എ സെപ്പറേറ്റ് വിൻഡോ ഓഫ് പോപ്പപ്പ് ആഡ്സ് വിൽ അപ്പിയർ. ഒരു വെബ്സൈറ്റ് പോപ്പപ്പ് ആഡ്സ് ഉള്ളൊരു വെബ്സൈറ്റ് ഒരു പേഴ്സൺ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടായിരിക്കും, അവർ പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ഒരു ആഡ് വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കും. അതാണ് പോപ്പപ്പ് ആഡ്സ് എന്ന് പറയുന്നത്. പെട്ടെന്ന്, അതായത് വെബ്സൈറ്റ് തുറക്കുമ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു പെട്ടെന്നൊരു അവിടെ ഒരു ഫോം ചെയ്തിട്ട് വരുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് പോപ്പപ്പ് ആഡ്. നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ആഡാണ് കോണ്ടെക്സ്ച്വൽ ആഡ്. കോണ്ടെക്സ്ച്വൽ അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ടാർഗറ്റഡ് അഡ്വർടൈസിങ് ഫോർ അഡ്വർടൈസ്മെൻറ്റ് appearing on website or other media such as content displayed in mobile browsers. The advertisements themselves are selected and served by automated system based on the context of what user is looking at. അതായത് ഇവിടെ ആഡ് വരുന്നത് കണ്ടന്റ് ബേസ്ഡ് ആയിരിക്കും. നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത്, അതായത് ഞാനിപ്പോൾ ഒരു ഷൂ സെർച്ച് ചെയ്യുവാണെങ്കിൽ, ഒരു ഫുഡ് വിയർ, ഒരു സ്പോർട്സ് വിയർ എന്തെങ്കിലും സെർച്ച് ചെയ്യുവാണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് എന്തെങ്കിലും അതിൻ്റെ സൈഡിൽ വന്ന് കിടക്കുക. ഇപ്പോൾ ഞാൻ നോക്കുകയാണ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സെർച്ച് ചെയ്യുന്നത് ഹൗ ടു ആഡ് സ്പീഡ് വർക്കൗട്ട് ടു മാരത്തോൺ ട്രെയിനിങ്. അതായത് ഒരു മാരത്തോൺ ട്രെയിനിങ്ങിന് നമുക്കിപ്പോൾ സ്പീഡ് കൂട്ടണം, അതിന് വേണ്ട വർക്കൗട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് സെർച്ച് ചെയ്യുകയാണെന്ന് കരുതുക. നമ്മളിപ്പോൾ ഗൂഗിളിൽ പല സംശയങ്ങളും നമ്മൾ സെർച്ച് ചെയ്യാറുണ്ടല്ലേ, ഹൗ ടു ഗ്രൂം അവർ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ, ഹൗ ടു ഇംപ്രൂവ് അവർ പേഴ്സണാലിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഇവിടെ സെർച്ച് ചെയ്തിരിക്കുന്നത് ഹൗ ടു ആഡ് സ്പീഡ് വർക്കൗട്ട് ടു മാരത്തോൺ ട്രെയിനിങ്. മാരത്തോൺ ട്രെയിനിങ് ആയിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള, അപ്പോൾ മാരത്തോൺ എന്ന് പറഞ്ഞാൽ അത് സ്പോർട്സ് ആയിട്ട് റിലേറ്റഡ് ചെയ്തതല്ലേ, ഓട്ടം അങ്ങനത്തെ മത്സരങ്ങളൊക്കെ അല്ലേ, അതിനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് വന്നു കണ്ടില്ല ഇവിടെ, ഷൂസ് അതുപോലത്തെ സ്പോർട്സായിട്ട് ബന്ധപ്പെട്ട ഇവിടെ വന്നിരിക്കുന്നത് ഷൂസിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് അതിൻ്റെ അടുത്തായിട്ട് വന്നിരിക്കുന്നത്. അപ്പം കണ്ടന്റ് ബേസ്ഡ് ആയിരിക്കും ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോണ്ടെക്സ്ച്വൽ അഡ്വർടൈസ്മെൻറ്റ് ഈസ് എ ഫോം ഓഫ് ടാർഗറ്റഡ് അഡ്വർടൈസിങ്. ഇവിടെ ഒരു കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുക ഇവിടെ ഇവർ ചെയ്യുന്നത്. അതായത് അവർ ഉദ്ദേശിക്കുന്ന സാധനം അവരെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവിടെ ആവശ്യം, അതായത് ആ പ്രൊഡക്റ്റ് അവർക്ക് ആവശ്യം ഉണ്ടാവും എന്നുള്ളൊരു അസംഷനിലാണ് അവിടെ കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ടാർഗറ്റഡ് അഡ്വർടൈസിങ് appearing on the websites or other media such as content displayed in the mobile browsers. മൊബൈൽ ഓർ കമ്പ്യൂട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ബ്രൗസേഴ്സിൽ ആ കണ്ടന്റ് അവിടെ ഡിസ്പ്ലേ ആവും. ദി അഡ്വർടൈസ്മെന്റ് ദംസെൽസ് ആർ സെലക്ടഡ് ആൻഡ് സെർവ്ഡ് ബൈ ഓട്ടോമേറ്റഡ് സിസ്റ്റം ബേസ്ഡ് ഓൺ കണ്ടന്റ് ഓഫ് വാട്ട് യൂസർ ഈസ് ലുക്കിംഗ് അറ്റ്. നമ്മൾ എന്താണോ നോക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു കണ്ടന്റ് ബേസ്ഡ് ഉള്ള ആഡ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എഡിറ്റോറിയൽസ്.
നെക്സ്റ്റ് വരുന്നത് എഡിറ്റോറിയൽസ് ഈസ് എ ഫോം ഓഫ് അഡ്വർടൈസ്മെന്റ് ഇൻ എ ന്യൂസ് പേപ്പർ മാഗസിൻ ഓർ വെബ്സൈറ്റ് which involve giving information about product in the form of an article. Usually brand pays the publisher for an article. ഇത് പറഞ്ഞിട്ട് തന്നെ ഓൺലൈനായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ഒരു പ്ലാറ്റ്ഫോമാണ്. അഡ്വർടൈസ്മെന്റ്സ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു പേജാണ്. An editorial is a form of advertisement in which newspaper, magazine or website which ഇൻവോൾവ് ഗിവിങ് ഇൻഫർമേഷൻ അബൌട്ട് എ പ്രൊഡക്റ്റ്. ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ മാഗസിനോ വെബ്സൈറ്റോ അത് അഡ്വർടൈസ്മെൻറ്റും അതൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് അതായത് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിനെക്കുറിച്ച് ഫീച്ചേഴ്സ് എല്ലാം കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എഡിറ്റോറിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മാട്രിമോണിയൽ സൈറ്റ്സ് എല്ലാം കണ്ടിട്ടില്ലേ, നമ്മുടെ ന്യൂസ് പേപ്പറിൽ മാട്രിമോണിയൽ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള മാട്രിമോണിയൽസിലൊക്കെ എന്താ ഉണ്ടാവുക, മാരേജ് മാത്രമല്ല പല ടൈപ്പ് ആൾക്കാർ കല്യാണം നോക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മാട്രിമോണിയൽസിൽ ഉണ്ടാവുക. അതുപോലെ ഇവിടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആ പ്രൊഡക്റ്റിൻ്റെ യൂസ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള ആഡുകളാണ്, അതാണ് എഡിറ്റോറിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ വെബ്സൈറ്റിന് ഇവരെന്ത് കൊടുക്കും, ബ്രാൻഡ് പേസ് എ പബ്ലിഷർ ഫോർ എ ആ ബ്രാൻഡ് അവരെ അത് വെബ്സൈറ്റ് കൊടുക്കുന്നതിന് ആഡായിട്ട് കൊടുക്കുന്നതിന് കമ്പനി ആ വെബ്സൈറ്റിൻ്റെ ഓണേഴ്സിന് ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും. ഇതൊരു എക്സാമ്പിളാണ്, കണ്ടില്ലേ. ഇപ്പോൾ ഒരു മാഗസിനിലുള്ളൊരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ളൊരു നമ്മൾ പല മാഗസിൻ വായിക്കുമ്പോൾ കാണുന്നുണ്ടാവും ഒരു ഫുൾ പേജ് മൊത്തം അല്ലെങ്കിൽ ആഡിന് മാത്രമായിട്ടുള്ള ഒരു മാഗസിൻസ് അങ്ങനത്തെ എല്ലാം. ഇസൈൻസ് ഈസ് എ ഷോർട്ട് ഫോം ഓഫ് ഇലക്ട്രോണിക് മാഗസിൻ. ഇതൊരു ഇലക്ട്രോണിക് മാഗസിനാണ്, ഏകദേശം സെയിം ആണ്. ദി നെയിം ഓഫ് ദി വെബ്സൈറ്റ് ദാറ്റ് മോഡൽഡ് ആഫ്റ്റർ പ്രിന്റ് മാഗസിൻ. സം ഇസൈൻസ് ആർ സിംപ്ലി ഇലക്ട്രോണിക് വെർഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രിന്റ് മാഗസിൻ വെറാസ് others exit only their digital format. Most e-zines are advertisers supported but a few charge സബ്സ്ക്രിപ്ഷൻ. ഇതും അതുപോലത്തെ എഡിറ്റോറിയൽസ് പോലത്തെ ഒരു സംഭവം തന്നെയാണ്. ഇത് മെയിൻലി ഫോർ ഇലക്ട്രോണിക് മാഗസിൻസ് ആണ്. നമ്മൾ പ്രിന്റഡ് മാഗസിൻസ് വേറെ ഉണ്ട്, ഇവിടെ മെയിൻലി ഇലക്ട്രോണിക് മാഗസിൻസ് ആണ്. ആ മാഗസീനിൽ മൊത്തം ആഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ മെയിൻലി എന്താണ്, ഇലക്ട്രോണിക് ആണ്, അതായത് കമ്പ്യൂട്ടറിലായിരിക്കും അല്ലെങ്കിൽ ഓൺലൈനിലായിരിക്കും ഈ മാഗസിൻ. എക്സാമ്പിളാണ് ഇത് വന്നിരിക്കുന്നത്. മാഗസിനും അത് ഓരോരോ മാഗസിൻസ് ഒക്കെയാണ്, ഓരോരോ പ്രൊഡക്റ്റിൻ്റെ മാഗസിൻസ്. നെക്സ്റ്റ് വരുന്നതാണ് ന്യൂസ് ലെറ്റർ. ന്യൂസ് ലെറ്റേഴ്സ് ആർ സിമിലർ ടു ഇസൈൻസ്. ന്യൂസ് ലെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഗിവ് മോർ ഇൻഡസ്ട്രി റിലേറ്റഡ് ന്യൂസ് ആൻഡ് കമ്പനി അപ്ഡേറ്റ്സ്. ന്യൂസ് ലെറ്റേഴ്സിന് മോർ ആയിട്ട് ഒരു കമ്പനിയെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസോ മാത്രമായിരിക്കും ന്യൂസ് ലെറ്റേഴ്സിൽ വരിക. എ ന്യൂസ് ലെറ്റർ ഈസ് എ ടൂൾ യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് റെഗുലർലി വിത്ത് യുവർ സബ്സ്ക്രൈബേഴ്സ്. ന്യൂസ് ലെറ്റർ മെയിൻലി അവരുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിരിക്കും കിട്ടുന്നത്, അല്ലാതെ എല്ലാവർക്കും അവർ അയക്കുന്നില്ല. അവരുടെ വെബ്സൈറ്റ് ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണ് അവർക്ക് മാത്രമായിരിക്കും ന്യൂസ് ലെറ്റേഴ്സ് കിട്ടുന്നത്. നമുക്ക് മെയിൻലി ഇമെയിലിലൊക്കെ ന്യൂസ് ലെറ്റേഴ്സ് വരാറുണ്ട്, പല കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊക്കെയുള്ള ഇൻഫർമേഷൻ. അത് നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ പോയിട്ട് ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണും, നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ അവർ വെബ്സൈറ്റിൽ പോയിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കാണും. അടിയിലായിട്ട് നമുക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ന്യൂസ് ലെറ്റേഴ്സ് ഒന്നും ഇനി വരണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയാം. Delivering the information you want in your mailboxes. These messages can contain simple text or structural composed of images and a formatted text. ചിലപ്പോൾ അത് ഒരു ടെക്സ്റ്റ് രൂപത്തിലായിരിക്കും, ചിലപ്പോൾ പിക്ചേഴ്സ് എല്ലാം അടങ്ങിയതായിരിക്കും ഈ ന്യൂസ് ലെറ്റേഴ്സിൽ ഉണ്ടായിരിക്കുക. ഇതൊരു ന്യൂസ് ലെറ്ററുടെ ഇതാണ്. നമ്മൾ മെയിലിൽ വരുമ്പം പല ടൈപ്പായിട്ട് വരും കേട്ടോ. ടെക്സ്റ്റ് രൂപത്തിലും വരാം, പിക്ചർ രൂപത്തിലൊക്കെ വരാം, അല്ലെങ്കിൽ മിക്സഡ് രൂപത്തിലൊക്കെ ആയിരിക്കും വരും ന്യൂസ് ലെറ്റേഴ്സ്. ഓപ്ഷൻസ് മീൻസ് എന്താ, ഇറ്റ് ഈസ് അലോ പ്രൊഡക്റ്റ് ടു ബി സോൾഡ് വയ ബിഡ്സ്. അതായത് ലേലം വിളിച്ചിട്ടൊക്കെ നമ്മൾ വിൽക്കുന്ന ഒരു പരിപാടിയില്ല, അതാണ് ബിഡ് എന്ന് പറയുന്നത്. ഓൺലൈനിൽ ലേലം രൂപത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ബാർഗൻ ചെയ്യുന്നവർക്ക് ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക, അങ്ങനത്തെ മെത്തേഡാണ് ഓപ്ഷൻ ഓർ ബിഡ് എന്ന് പറയുന്നത്. അതൊരു ടൈപ്പ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ റേറ്റ് നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഏറ്റവും അത്യാവശ്യം നല്ല റേഞ്ചിൽ കോട്ട് ചെയ്യുന്നവർക്ക് ആ പ്രൊഡക്റ്റ് സെയിലാക്കുന്നു, അതാണ് ഓപ്ഷൻസ്.
ദെൻ സ്പാം ഇമെയിൽ, ടാർജറ്റഡ് ഇമെയിൽ ആൻഡ് ഓപ്റ്റിൻ ഇമെയിൽ. ഈ മൂന്നെണ്ണം എന്താണെന്ന് നോക്കാം. ഈ സ്പാം ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ജങ്ക് മെയിൽ. നമ്മൾ ജങ്ക് മെയിൽസ് എല്ലാം ഇമെയിലിൽ ജിമെയിലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇറ്റ് ഈസ് അൺസോളിസിറ്റഡ് ബൾക്ക് മെസ്സേജ് സെൻഡ് ത്രൂ ഇമെയിൽ. സ്പാം ഇമെയിൽ എന്ന് വെച്ചിട്ട് ഒരുപാട് മെസ്സേജസ് ഒരുപാട് യൂസേഴ്സിന് ബൾക്കായിട്ട് സെൻഡ് ചെയ്യുന്ന ആ ഒരു ഇതിലാണ് സ്പാം മെസ്സേജ് എന്ന് പറയുന്നത്. അതൊരു അൺവാണ്ടഡ് മെസ്സേജ് ആയിരിക്കും, ഇമെയിൽസ് ആയിരിക്കും. നമുക്ക് ഒരാവശ്യം ഉണ്ടാവില്ല, പക്ഷെ അവർ ഇമെയിൽ ഐ ഡി കളക്ട് ചെയ്തിട്ട് എല്ലാവർക്കും ബൾക്കായിട്ട് അങ്ങോട്ട് പുഷ് ചെയ്ത് വിടുകയും ചെയ്യുക. നമ്മൾ ഒരിക്കലും റിക്വസ്റ്റ് ചെയ്ത് കാണില്ല ഇങ്ങനെ ഇമെയിൽ വേണമെന്ന്, പക്ഷെ അവർ നമ്മളെ പെർമിഷൻ ഇല്ലാതെ തന്നെ നമ്മുടെ മെയിൽ ബോക്സിലേക്ക് അയക്കുന്നതിനാണ് സ്പാം ഇമെയിൽ എന്ന് പറയുന്നത്. ടാർജറ്റഡ് ഇമെയിൽസ് മീൻസ് ടാർജറ്റഡ് ഇമെയിൽസ് ആർ സിമിലർ ടു സ്പാം ബട്ട് ദീസ് മെയിൽ ഓൺലി സെൻഡ് ടു പീപ്പിൾ ഹൂ മാച്ച് ദെയർ ഡെമോഗ്രാഫിക്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്പാം തന്നെയാണ്, പക്ഷേ ഇവിടെ ടാർജറ്റഡ് ഇമെയിൽ എന്താണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ടാർജറ്റഡ് ഇമെയിൽസ് ആർ സിമിലർ ടു സ്പാം അല്ലേ, അതുപോലെ തന്നെ ബട്ട് ഇമെയിൽ ഓൺലി സെൻഡ് ടു പീപ്പിൾ ഹൂ ആർ മാച്ച് ദെയർ ഡെമോഗ്രാഫിക്. അവരുടെ ആവശ്യം ഇപ്പോൾ സ്പോർട്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് കരുതുക, അപ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവരെ അയക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അത് ഇൻട്രസ്റ്റ് ഉള്ളവരെ കണ്ടുപിടിച്ചിട്ട് പല മെത്തേഡിലൂടെ, ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ പല മെത്തേഡിലൂടെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് അയക്കുന്ന ഒരു മെത്തേഡാണ് ടാർജറ്റഡ് ഇമെയിൽ. ഇല്ലാതെ ഇത് എല്ലാവർക്കും നിരത്തി അയക്കുന്ന ഒരു പരിപാടിയല്ല, അത് സ്പാം ഇമെയിലാണ്. ടാർജറ്റഡ് എന്ന് പറഞ്ഞാൽ ടാർജറ്റ് കസ്റ്റമേഴ്സിന് മാത്രം നോക്കിയിട്ട് അയക്കുന്നതാണ്. ദെൻ ഓപ്റ്റിൻ ഇമെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിയർ റെസിപ്പിയൻ ഹാവ് അഗ്രീഡ് ടു റിസീവ് ഇമെയിൽ ഫ്രം ദിയർ ബിസിനസ്. നമ്മൾ ഓൾറെഡി അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ ആഡ് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണും. നമുക്ക് ഈ ഇമെയിൽ ഇവരുടെ ഫ്യൂച്ചർ ഇമെയിൽസ് ആവശ്യമുണ്ട്, നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതാണ് ആ ഇമെയിൽ. അതാണ് ഓപ്റ്റിൻ ഇമെയിൽ എന്ന് പറയുന്നത്. ഇവിടെ ആദ്യത്തെ ഇമെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പെർമിഷൻ ഇല്ലാതെ അവർ വെറുതെ അയക്കുന്നതാണ്. ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ട് അയക്കുന്നതാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം അവർ ടാർഗറ്റ് ചെയ്തിട്ട് അയക്കുന്നത്. ഇവിടെയും പെർമിഷൻ ഒന്നുമില്ല, എന്നാലും ടാർഗറ്റ് ചെയ്തിട്ടാണ് അയക്കുക, എല്ലാവർക്കും അയക്കില്ല. ഇവിടെ നമുക്ക് ആവശ്യമുള്ള മെയിൽ മാത്രമാണ്, നമ്മൾ പെർമിഷൻ കൊടുത്ത മെയിൽ മാത്രമാണ് വരുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് ടൈപ്സ് ആയിട്ട് പറയാനുള്ളത്. ഇവിടെ അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, കണ്ടേ, ഇതൊക്കെ നമുക്ക് സ്പാം ഇമെയിലായിട്ട് പറയാൻ പറ്റും. ട്വിറ്റർ ഇതുപോലത്തെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെർമിഷൻ കൊടുത്ത് കാണും ഓൾറെഡി. അപ്പോൾ അതൊക്കെ ഓപ്റ്റിൻ ഇമെയിൽ ആയിരിക്കും ചിലപ്പോൾ. നമുക്ക് വേണ്ടെങ്കിൽ അത് അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയാം. ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വരുന്നതൊക്കെ സ്പാം ഇമെയിൽസ് ആയിരിക്കും. എന്താ ഇവിടെ സ്പാം എന്ന് പറഞ്ഞിട്ട് 71 സ്പാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് ചെയ്ത് കളയാം. അപ്പം ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സിൽ പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് കമൻറ്റ് സെക്ഷനിലായിട്ട് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ.